സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ അടയ്ക്കേണ്ട പരമാവധി പിഴ സംഖ്യ എത്രയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 25,000 രൂപയാണ്. 25,000 രൂപ. 250 രൂപയാണ് പ്രതിദിനം പരമാവധി അടയ്ക്കേണ്ടി വരുന്നത്. ആകെ മൊത്തം പരമാവധി പിഴ സംഖ്യ എന്ന് പറയുന്നത് 25,000 രൂപയാണ്. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നതിന് പ്രേരക ശക്തിയായി മാറിയ കിസാൻ മസ്ദൂർ ശക്തി സംഘടൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അപ്പോൾ വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നതിന് പ്രേരക ശക്തിയായിട്ട് മാറിയ സംഘടന ഏത് എന്ന് ചോദിച്ചാൽ കിസാൻ മസ്ദൂർ ശക്തി സംഘടൻ ആണ്. രാജസ്ഥാനിലെ ഒരു സംഘടനയാണ് കിസാൻ മസ്ദൂർ ശക്തി സംഘടൻ എന്നത്. ഈ സംഘടനയാണ് വിവരാവകാശ നിയമം നിലവിൽ വരുന്നതിന് പ്രേരക ശക്തിയായിട്ട് മാറിയ ഒരു സംഘടന. ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആര് എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരം അരുണ റോയ് ആണ്. ഓപ്ഷൻ സി ആണ് അരുണ റോയ്. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് ആണ്. ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം 2002 ആണ്. 2002. അദ്വൈത ദർശനം ആവിഷ്കരിച്ച ശ്രീ ശങ്കരാചാര്യർ സമാധിയായ സ്ഥലം ഏതാണ്? അദ്വൈത ദർശനം ആവിഷ്കരിച്ച ശ്രീ ശങ്കരാചാര്യർ സമാധിയായ സ്ഥലം കേദാർനാഥ് ആണ്. ഉത്തരാഖണ്ഡില് കേദാർനാഥ്. ശ്രീ ശങ്കരാചാര്യർ ജനിച്ചത് എവിടെയാണ്? കാലടിയാണ്. എറണാകുളം ജില്ലയിലെ കാലടി. കേരളത്തിനെ മലബാർ എന്ന് വിളിച്ച ആദ്യത്തെ സഞ്ചാരി ആരാണ്? കേരളത്തിനെ മലബാർ എന്ന് വിളിച്ച ആദ്യ സഞ്ചാരിയാണ് ആൽബറോണി. ഓപ്ഷൻ ബി ആൽബറോണി. മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആര്? മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവിയാണ്. വില്യം ഹാർവി. 1628 അദ്ദേഹം രക്തചംക്രമണത്തെക്കുറിച്ചുള്ള തൻ്റെ പൂർണ്ണമായ പ്രബന്ധം ഡി മോട്ടു കോർഡിസ് പ്രസിദ്ധീകരിച്ചു. ഡി മോട്ടു കോർഡിസ്. മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആരാണ്? വില്യം ഹാർവിയാണ്. 1628 അദ്ദേഹം രക്തചംക്രമണത്തെക്കുറിച്ചുള്ള തൻ്റെ പൂർണ്ണമായ പ്രബന്ധം ഡി മോട്ടു കോർഡിസ് പ്രസിദ്ധീകരിച്ചു. അടുത്ത ചോദ്യം, ശുചീന്ദ്രം കൈമുക്ക് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരി. ശുചീന്ദ്രം കൈമുക്ക് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരി ആര്? സ്വാതി തിരുനാൾ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സ്വാതി തിരുനാൾ. പരസ്ത്രീ ബന്ധം ആരോപിക്കപ്പെട്ട നമ്പൂതിരി സമുദായത്തിലെ അംഗങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി പഴയ തിരുവിതാംകൂറിൽ നടത്തിയിരുന്ന ഒരു സത്യപരീക്ഷയായിരുന്നു ഈ ശുചീന്ദ്രം കൈമുക്ക് എന്നത്. അപ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ടയാൾ ശുചീന്ദ്രം ക്ഷേത്രത്തിന് മുന്നിലുള്ള ഉദയ മാർത്താണ്ഡ മണ്ഡപത്തിൽ പൊതുജനത്തിനും ക്ഷേത്രാധികാരികൾക്കും മുമ്പിൽ വെച്ച ഒരു പാത്രത്തിലെ തിളച്ച നെയ്യിലെ കൈമുക്കി പാത്രത്തിനുള്ളിലെ മുദ്രയുള്ള സ്വർണ്ണ നാണയം പുറത്തെടുത്ത് നൽകണമായിരുന്നു. ഈ ചടങ്ങ് നടന്ന് 3 നാളിനു ശേഷം കയ്യിൽ പൊള്ളലേറ്റ അടയാളങ്ങൾ ഒന്നുമില്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എന്നും മറിച്ചയാൾ കുറ്റക്കാരനാണെന്നും തീർപ്പാക്കിയിരുന്നു. ഈ കുറ്റവിചാരണ രീതി ആണ് ശുചീന്ദ്രം കൈമുക്ക് എന്നറിയപ്പെട്ടത്. അങ്ങനെ ഈ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. അടുത്ത ചോദ്യം,
തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു? തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ CP രാമസ്വാമി അയ്യർ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു? CP രാമസ്വാമി അയ്യർ. 1937 തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായത്. 1937 തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായപ്പോൾ CP രാമസ്വാമി അയ്യർ ആയിരുന്നു തിരുവിതാംകൂർ ദിവാനായിരുന്നത്. പിന്നീട് തിരുവിതാംകൂർ സർവകലാശാല കേരള യൂണിവേഴ്സിറ്റി എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടു. അപ്പോൾ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം 1937. സ്ഥാപിതമായപ്പോൾ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യർ ആയിരുന്നു. തിരുവിതാംകൂർ സർവകലാശാലയാണ് പിന്നീട് കേരള യൂണിവേഴ്സിറ്റി ആയിട്ട് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏത് എന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപമാണ്. ഇനി ആദ്യത്തെ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം. അഞ്ചുതെങ്ങ് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതെങ്ങ്. തിരുവനന്തപുരം ജില്ല. ഇനി കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം ഉണ്ടാകാൻ കാരണം എന്ത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്താണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് മൂലമുണ്ടായ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? രാമനമ്പിയാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. രാമനമ്പി. കുറിച്യ കലാപം നടന്ന വർഷം. കുറിച്യ കലാപം നടന്നത് 1812 കുറിച്യ കലാപം നടന്നത്. വയനാട്ടിൽ നടന്ന പ്രക്ഷോഭമാണ്. വയനാടില് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന പ്രക്ഷോഭമാണ് കുറിച്യ കലാപം എന്നത്. ഇനി വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഏതുമായിട്ടാണ്? കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം. കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി കുറിച്യ കലാപം ഉണ്ടാകുന്നതിനുണ്ടായ കാരണം എന്ന് പറയുന്നത് നികുതി പരിഷ്കാരങ്ങളാണ്. നികുതി വലിയ തോതിൽ കൂട്ടുകയുണ്ടായി. അതുപോലെ നികുതി പണമായിട്ട് തന്നെ അടയ്ക്കണമെന്ന് വരികയും ചെയ്തു. ഈ കാരണങ്ങൾ കൊണ്ടാണ് കുറിച്യ കലാപം നടന്നത്. കുറിച്യ കലാപം നടന്ന വർഷം 1812 വയനാട്ടിലാണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാമനമ്പി. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പനാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് കേളപ്പനാണ്. AK ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ചോദ്യം: തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ C ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് കേളപ്പനാണ് എന്ന് തന്നിരിക്കുന്നു. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൾ
ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെട്ടത്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. ശരിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. ശരിയാണ്. AK ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെട്ടത് ആരാണ്? AK ഗോപാലൻ. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. കേരളത്തിൽ പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? പാലക്കാട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? TR കൃഷ്ണസ്വാമി അയ്യർ. TR കൃഷ്ണസ്വാമി അയ്യറാണ് പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ GP പിള്ള. GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് വർഷമാണ്? 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിക്കാറുണ്ട്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? GP പിള്ളയാണ്. GP പിള്ള. അപ്പം മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടതാണ് തിരുവിതാംകൂറുകാർക്ക് എന്നത്. അപ്പം തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരെയെന്ന് ചോദിച്ചാൽ GP പിള്ളയാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1891 ജനുവരി 1 അടുത്ത ചോദ്യം. ബ്രിട്ടീഷുകാർക്കെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗൊറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ചുവടെ പറയുന്നവയിൽ ആരാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗൊറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ഓപ്ഷൻ D ആണ്. A, B എന്നിവരാണ്. പഴശ്ശിരാജയും താത്തിയ തോപ്പിയുമാണ്. മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടന ചുവടെ പറയുന്നവയിൽ ഏതാണ്? മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടനയാണ് മഹാജനസഭ. നാടുകാണിച്ചുരം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? നാടുകാണിച്ചുരം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമിയാണ്. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ചെറായി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ് പാമ്പാർ, കബനി, ഭവാനി എന്നിവ. അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. ചോദിച്ചിരിക്കുന്നു തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ C ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ് കബനി, പാമ്പാർ, ഭവാനി എന്ന് പറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നിവ. പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ശരിയാണ്. ചെറായി ബീച്ച് എറണാകുളം ജില്ലയിലാണ്. ശരിയാണ്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. ശരിയാണ്. അടുത്ത ചോദ്യം. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ D ആണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന.
വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1978 ശരിയാണ്. ഇരവികുളം പാർക്കിനെ ആദ്യം വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1975 വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചു. 1978 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു. സംരക്ഷിക്കപ്പെടുന്നത് വരയാടാണ്, നീലഗിരി താർ എന്ന വരയാട്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 1984. സൈലന്റ് വാലിയിലെ സംരക്ഷിത മൃഗം ഏതാണ്? സിംഹവാലൻ കുരങ്ങാണ്. ഇനി കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഇരവികുളം. ശരിയാണ്. ആദ്യത്തേതും കേരളത്തിലെ ഏറ്റവും വലുതുമായ ദേശീയോദ്യാനം ഇരവികുളമാണ്. ശരിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നു. 2012 സൈലന്റ് വാലിയെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം. അപ്പോൾ സൈലന്റ് വാലിയെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 2012. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് ഏത് എന്ന് കണ്ടെത്തുക. തെറ്റായത് ഓപ്ഷൻ സി ആണ്. ലോക ബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ജലവിതരണ പദ്ധതിയാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ലോക ബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്നത് ജലനിധി പദ്ധതിയാണ്. ജലനിധി. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടാണ് 1895 സ്ഥാപിതമായ മുല്ലപ്പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടാണ് 1895 സ്ഥാപിതമായ മുല്ലപ്പെരിയാർ. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കൊല്ലം ജില്ലയിലെ കല്ലട ജലസേചന പദ്ധതി. ശരിയാണ്. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ലയാണ് പാലക്കാട്. ശരിയാണ്. അടുത്ത ചോദ്യം, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി സഹായിച്ചത് കാനഡയാണ്. കാനഡ. ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7. ഓഗസ്റ്റ് 7. കേരള സ്റ്റേറ്റ് IT മിഷൻ സ്ഥാപിതമായ വർഷം. കേരള സ്റ്റേറ്റ് IT മിഷൻ സ്ഥാപിതമായത് 1999. 1999. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നു സിഡ്കോ, മലബാർ സിമന്റ്സ്, ഇൻഫോ പാർക്ക്, കപ്പെക്സ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. A3, B2, C1, D4. സിഡ്കോ തിരുവനന്തപുരം. സിഡ്കോ തിരുവനന്തപുരത്താണ്. മലബാർ സിമന്റ്സ് വാളയാർ, പാലക്കാട് ജില്ലയിലെ വാളയാർ. ഇൻഫോ പാർക്ക് എറണാകുളം, കാക്കനാട്. കപ്പെക്സ് കൊല്ലം. അടുത്ത ചോദ്യം, ഒന്നാം കേരള മന്ത്രിസഭയിൽ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാരുടെ വിവരങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഡോക്ടർ M.R. മേനോൻ, K.C. ജോർജ്, C. അച്യുതമേനോൻ, P.K. ചാത്തൻ മാസ്റ്റർ. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഡോക്ടർ M.R. മേനോൻ ആരോഗ്യവകുപ്പ്, K.C. ജോർജ് ഭക്ഷ്യവകുപ്പും വനം വകുപ്പും, C. അച്യുതമേനോൻ ധനകാര്യം, P.K. ചാത്തൻ മാസ്റ്റർ തദ്ദേശ ഭരണം. കേരളത്തിൽ പ്രകൃതിക്ഷോഭങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായ സ്ഥലങ്ങളുടെ വിവരങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് കവളപ്പാറ, പുത്തുമല, പെട്ടിമുടി, അമ്പൂരി. ഇവ ഏത് ജില്ലയിലാണ് എന്നത് ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. കവളപ്പാറ മലപ്പുറം, പുത്തുമല വയനാട്, പെട്ടിമുടി ഇടുക്കി, അമ്പൂരി തിരുവനന്തപുരം.
കവളപ്പാറ മലപ്പുറം ജില്ല, പുത്തുമല വയനാട് ജില്ല, പെട്ടിമുടി ഇടുക്കി ജില്ല, അമ്പൂരി തിരുവനന്തപുരം ജില്ല. സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ ഇന്ത്യയിൽ ഉൾപ്പെടാത്ത സ്ഥലം ഏതാണ്? തന്നിരിക്കുന്നു ബനാവലി, ധോളവീര, മോഹൻജോദാരോ, കാലിബംഗ്. ഇതിൽ ഇന്ത്യയിൽ ഉൾപ്പെടാത്ത സ്ഥലം ഏതാണ്? ഇന്ത്യയിൽ ഉൾപ്പെടാത്തത് മോഹൻജോദാരോയാണ്. മോഹൻജോദാരോ എവിടെയാണ്? പാകിസ്ഥാനിലാണ്. പാകിസ്ഥാൻ. ചുവടെ പറയുന്നവയിൽ ഏതിന്റെ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ? ബുലന്ദ് ദർവാസ ഏതിന്റെ പ്രവേശന കവാടമാണ്? ഫത്തേപൂർ സിക്രിയുടേതാണ്. ഫത്തേപൂർ സിക്രി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ പ്ലാസി യുദ്ധത്തിൽ പങ്കെടുത്തവർ ആരെല്ലാമാണ്? പ്ലാസി യുദ്ധത്തിൽ പങ്കെടുത്തവർ റോബർട്ട് ക്ലൈവ്, സിറാജ് ഉദ്ദൗള എന്നിവരാണ് പ്ലാസി യുദ്ധത്തിൽ പങ്കെടുത്തത്. പ്ലാസി യുദ്ധം നടന്നത് 1757 ജൂൺ 23 ബംഗാളിലെ നവാബായ സിറാജ് ഉദ്ദൗളയും റോബർട്ട് ക്ലൈവ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത്: ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് AD 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ പേര് ജോൺ കമ്പനി എന്നാണ്. ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത് 1608 സൂറത്തിലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയത് അക്ബർ ചക്രവർത്തിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായത് ഏത് എന്നാണ്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ഡി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയത് ജഹാംഗീർ ആണ്. ജഹാംഗീർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600 ശരിയാണ്. ജോൺ കമ്പനി എന്നറിയപ്പെട്ടിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത് 1608 സൂറത്തിലാണ്. ഇവ ശരിയാണ്. അടുത്ത ചോദ്യം, 1857 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരിൽ ആരുടെ യഥാർത്ഥ നാമമാണ് മണികർണിക? മണികർണിക എന്നത് ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമമാണ്. ഝാൻസി റാണി. ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിച്ച വർഷം. ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിച്ച വർഷം. 1961. ഓപ്ഷൻ എ ആണ് 1961. ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിച്ചതിൻ്റെ സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് എന്നാണ്. ഓപ്പറേഷൻ വിജയ്. അടുത്ത ചോദ്യം വ്യക്തിയെ തിരിച്ചറിയുവാനാണ്. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയ്. ബംഗാളിൽ നിന്നും ബീഹാറിനെയും ഒറീസയെയും വേർപെടുത്തിയ ഭരണാധികാരി ഹാർഡിഞ്ച് പ്രഭു ആണ്. ഹാർഡിഞ്ച് പ്രഭു സെക്കൻഡ്. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയാണ് ഹാർഡിഞ്ച് പ്രഭു. ബംഗാളിൽ നിന്നും ബീഹാറിനെയും ഒറീസയെയും വേർപെടുത്തിയ ഭരണാധികാരിയാണ് ഹാർഡിഞ്ച് പ്രഭു. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? 1857 വിപ്ലവം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. ചൗരി ചൗര സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. പേഷ്വാ ബാജിറാവിന്റെ ദത്തുപുത്രനായ നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു താത്യ തോപ്പി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായത് ഏത് എന്നാണ്. തെറ്റായത് ഏത്? ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ് ആണ്. ഖുദിറാം ബോസ്. 18 വയസ്സും 8 മാസവും 8 ദിവസവും ഉള്ളപ്പോഴാണ് ഖുദിറാം ബോസ് മരിച്ചത്. 1908. 1857 വിപ്ലവം ആരംഭിച്ചത് മീററ്റിലാണ്. ശരിയാണ്. ചൗരി ചൗര സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ശരിയാണ്. പേഷ്വാ ബാജിറാവിന്റെ ദത്തുപുത്രനായ നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു താത്യ തോപ്പി. അടുത്ത ചോദ്യം,
ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് ഏതെന്ന് കണ്ടെത്തുക. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് 1929 ലാഹോറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. 1930 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. മൗലികാവകാശങ്ങളെപ്പറ്റി കോൺഗ്രസ് പ്രമേയം പാസാക്കിയത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായത് ഏത് എന്നാണ്. തെറ്റായത് ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ഡി. മൗലികാവകാശങ്ങളെപ്പറ്റി കോൺഗ്രസ് പ്രമേയം പാസാക്കിയത് 1931 കറാച്ചി സമ്മേളനത്തിലാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പത്രങ്ങൾ, സ്ഥാപകർ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് കോമറേഡ്, ബോംബെ ക്രോണിക്കൽ, കർമ്മയോഗി, കോമൺവെൽത്ത്, ലീഡർ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. കോമറേഡ് എന്ന പത്രം മൗലാന മുഹമ്മദ് അലി. ബോംബെ ക്രോണിക്കൽ ഫിറോസ് ഷാ മേത്ത. കർമ്മയോഗി അരബിന്ദോ ഘോഷ്. കോമൺവെൽത്ത് അനി ബസന്റ്. ലീഡർ മദൻ മോഹൻ മാളവ്യ. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറായ മൈക്കൽ ഒഡയറിനെ വധിച്ച ദേശാഭിമാനി ആര്? ഉദ്ധം സിംഗ്. ഓപ്ഷൻ ബി ഉദ്ധം സിംഗ്. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിബ്സ് മിഷൻ. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ചാലനം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ആയത് ഏതെല്ലാം? തന്നിരിക്കുന്നു, ബാലഗംഗാധര തിലകൻ ആരംഭിച്ച മറാത്ത പത്രമാണ് കേസരി. മറാത്ത എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായത് ഏതെല്ലാം എന്നാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവ. 1, 2, 4. ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് വാലന്റൈൻ ഷിറോൾ ആണ്. ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വാലന്റൈൻ ഷിറോൾ. ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ നിയമ ദിനം നവംബർ 26 നവംബർ 26. സ്വത്തവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? സ്വത്തവകാശം. ഓപ്ഷൻ എ ആണ് 300A. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത്. അനുച്ഛേദം 21 അനുച്ഛേദം 21. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത്. അനുച്ഛേദം 32 അനുച്ഛേദം 32. രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും തയ്യാറാകുക എന്നത് മൗലിക കടമയാണ്. 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 11ാമത് മൗലിക കടമ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് വർഷമാണ്? 86ാം ഭേദഗതിയിലൂടെ 11ാമത് മൗലിക കടമ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് 2002 2002.
അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തി. ഒക്ടോബർ 2 ജന്മദിനമായ ഇന്ത്യൻ പ്രധാനമന്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. എ, ബി, സി എന്നിവ ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. രാജ്യസഭയിലേക്ക് നാമകരണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി. സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കർ. അവസാനത്തെ ചോദ്യം, പാർലമെന്റിൽ ചോദ്യോത്തരവേളയിൽ വാക്കാലുള്ള മറുപടി നൽകുന്നത് ഏതു തരം ചോദ്യങ്ങൾക്കാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2 എന്നിവ. നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ, ലഘു നോട്ടീസ് ചോദ്യങ്ങൾ എന്നിവയ്ക്കാണ്. 50 ചോദ്യങ്ങളാണ് നോക്കിയത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.